ഹലോ ഫ്രണ്ട്സ്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിൽ അതേസമയം തന്നെ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അതേസമയം നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരേ സമയം രണ്ട് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുക എന്നതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മൊബൈലുകളിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ അല്ലാത്ത ചില മൊബൈലുകൾ കൂടിയുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യുക എന്ന് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയൊരു ഫീച്ചർ നമ്മുടെ മൊബൈലിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പൺ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സെലക്ഷൻ കാണാം. ഞാനിവിടെ സെലക്ട് ചെയ്ത് ലോങ് പ്രസ് ദ ഹോം ബട്ടൺ എന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ശേഷം നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു. ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വാട്സപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ സെറ്റിങ്സിൽ അങ്ങനെ ഒരു ഫീച്ചർ കാണാത്തവർ ചെയ്യേണ്ടത്, നമ്മുടെ മെനു ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അതിൽ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പ്രൊഫൈൽ കാണാം, അത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുള്ളത് കാണാം. അതിൽ നമ്മുടെ ഈ 2 ബോക്സ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോറാണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 2 ആപ്ലിക്കേഷൻ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഫീച്ചർ കൂടി നമ്മുടെ മൊബൈലിൽ ഇല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ആപ്ലിക്കേഷൻ കാണാം, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്ക് വരിക. അപ്പോൾ ഇവിടെ എനേബിൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം, അതുകൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്ക് വരിക. ഒന്നുകൂടി നമ്മൾ എനേബിൾ സർവീസ് എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി മെനു എന്നൊരു ഓപ്ഷൻ കാണാം, അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എനിക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല, കാരണം എനിക്ക് ഇതിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ആയതുകൊണ്ട്, സ്പ്ലിറ്റ് സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലോട്ടിംഗ് ബട്ടൺ എന്നൊരു ഓപ്ഷൻ കാണാം, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫ്ലോട്ടിംഗ് ബട്ടൺ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമുക്കൊരു ബട്ടൺ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.